യെസ്. അപ്പോൾ 7th ഒക്ടോബർ ട്രേഡിംഗ് സെക്ഷനാണ് നമ്മൾ ഫ്രണ്ടിലുള്ളത്. 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചാർട്ടും നിഫ്റ്റിയുടെ അതുപോലെ തന്നെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചാർട്ടാണ് ഉള്ളത്. ഇന്നത്തെ എൻ്റെ എൻട്രി സെറ്റപ്പും കാര്യങ്ങളും നോക്കാം. നിഫ്റ്റിയിൽ ഗ്ലോബൽ ക്യൂസും മാർക്കറ്റിന്റെ കണ്ടീഷനും ഒക്കെ ആയിട്ട് ബുള്ളിഷ് ആയിരുന്നു. ഒരു ബുള്ളിഷ് പാറ്റേണിലോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിഫ്റ്റി ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഇന്നും. അപ്പോൾ നമ്മൾ ഈ 25,200 എന്നുള്ള റേഞ്ച് ഒരു റിവേഴ്സൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ റിവേഴ്സൽ ഉണ്ടായി. അതിന്റെ കാരണം എന്താ വെച്ചാൽ 25,200 കോൾ ഓപ്ഷന്റെ റേറ്റിംഗ് കൂടുതലായിരുന്നു. ഈ ബിൽഡപ്പ് നല്ല കൂടുതലായിരുന്നു. കോൾ ഓപ്ഷന് റേറ്റിംഗ് കൂടിയാൽ നമുക്ക് മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് റെസിസ്റ്റൻസ് സോണിൽ ആണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ഒരു ഇൻവേർട്ടഡ് ഹാമറും ആയിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ആണ് നമ്മൾ എൻട്രി എടുത്തത്. 2 മിനിറ്റിന്റെ കൺഫർമേഷൻ ക്യാൻഡിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നിഫ്റ്റിന്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. ഭയങ്കര വോളറ്റൈലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര വോളറ്റൈലാണ്. ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത് 25,100 25,100 പുട്ട് ബിൽഡപ്പ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. 5 ലക്ഷം അങ്ങനെ എന്തോ ഉണ്ട് പുട്ട് ബിൽഡപ്പ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് ഇപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ച് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയോണ്ട് ഇരിക്കുന്നത്. ഞാൻ OI ചാർട്ട് കാണിച്ചു തരാം. ഇതാണ് OI ചാർട്ട്. ഓപ്ഷൻ ചെയിൻ ആണ്. നമ്മൾ 25,200 പുട്ട് ബിൽഡപ്പ് കോൾ ബിൽഡപ്പ് കൂടുതലാണ്. റിവേഴ്സൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് 5,48,000 ബിൽഡപ്പ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 25,100 4,13,000 ഇപ്പോൾ കറന്റ് ഉണ്ട്. പിന്നെ ഇന്ന് എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറിയിൽ ട്രേഡൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഭയങ്കര ഫ്ലക്ച്വേഷൻ ആണ് മാർക്കറ്റ് തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്ന്. ഓക്കെ, ബൈ.